ഹലോ, ഇനി വിളിച്ചിനോ അല്ലേ? ഞാൻ ധ്യാനെ വണ്ടി കയറ്റാൻ വേണ്ടി പോയതാ. വണ്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞ്. ഇല്ല, ഇന്നലെ ഓൻ ലീവല്ലേനാ, ഇന്നലെ പോയിക്കില്ല. ഇന്ന് വണ്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാ. പിന്നെ ഇനി കാണലുണ്ടാ? ഞങ്ങോട്ടെങ്ങാൻ പോയിനേനാ? എന്തെല്ലാം അടുത്ത അവസ്ഥ? പണിക്കെല്ലാം പോകുന്നുണ്ടോളി? ഇല്ല, ഞാനിനിയിപ്പോൾ ഇന്നൊന്നും വരില്ല. എന്തായാലും 2-3 ദിവസം ഇവിടെ നിൽക്കുന്ന പ്രജീഷേട്ടൻ പറഞ്ഞാൽ നോക്കിയിട്ട് പോവാന്ന്. ഇനിയിപ്പോൾ എന്നാന്ന് പ്രജീഷേട്ടൻ പറയാനല്ലോ ഇട്ട്. പിന്നെ ഇനി എൻ്റെ കുറേൻ്റെ പൈസ കൊടുക്കണം. എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തരും. കൊടുക്കണേ. എന്നാൽ പിന്നെ ശരി, ഞാൻ വിളിക്കാട്ടാ. ചേച്ചി എവിടെ പോയതാ? ഞാൻ ധ്യാന വണ്ടി കയറ്റാൻ പോയേ. അതാ നല്ല വെറുതെ ഇവിടെ ഇരുന്നിട്ട് എന്തിനാ വണ്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. വന്നേന്. ചായ കുടിച്ചാ? ഇല്ല, ചായ വെച്ചിട്ടില്ല. എന്നാ തക്കുട് പറയുന്നേ? കാറുണ്ട്. ചായ കുടിച്ചോ? ഇല്ല, ഞാൻ വിചാരിച്ചു ഒരുമിച്ച് കുടിക്കാം. അഞ്ഞുവിനെ കിടന്നിനല്ല, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാണ്ടിരുന്നേ. ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. കുളിച്ചിട്ട് ഒരുമിച്ച് എടുക്കാം. പിന്നെ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാം നമുക്ക് ഉച്ചക്ക്. ചേച്ചി ഒന്ന് നോക്കണേ. ഞാൻ കുളിച്ചിട്ട് വരും. ഞാൻ കുഞ്ഞു പോയി കുളിച്ചോ. ഇന്ന് പോകുന്നു ഞാൻ വിചാരിച്ച. ചെക്കനല്ലേ ഇവിടെ തന്നെ സ്കൂളിൽ വിട്ട് ഇവിടെ തന്നെ ആക്കാനോ തീരുമാനം. പോകുന്നൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഒന്ന് പോകുന്നു. ഇനിയിപ്പോൾ എന്നാ ചെയ്യുക? ഇത്രയും വേഗം എന്തേലും വഴി കാണണം, അല്ലെങ്കിൽ തലയിലാവും. പ്രജീഷേട്ടനാണേൽ വിളിച്ചു വരുത്തിയത് കൊണ്ട് പോകാനും പറയില്ല, പ്രശ്നം തീർക്കാനും പറയില്ല. ഒരു വഴി കിട്ടുന്നില്ലല്ലോ ആവശ്യ സമയത്ത്. ഒരു വഴി കണ്ട് അതേ പോയി കുളിക്കട്ടെ. കുളിച്ചിട്ടെ അവളെ ഞാൻ ഇവിടുന്ന് 100 പായിക്ക് നയിച്ചു. അയ്യോ, ചായ കുടിക്കാൻ ചേച്ചി, എന്നിട്ട് എനിക്ക് അങ്ങാടി പോണം. പാടാ ചായ കുടിക്കാൻ. എന്തെല്ലോ വേണമെന്ന് പറയാം. എന്തിനാ വേണ്ട എനിക്ക്? എന്തിനാ വേണ്ട? റെഡിയായാ? ഞാൻ റെഡി. ബാ, ചാടി പോകുന്നുണ്ടല്ലോ. ഇതെന്തോ അല്ല, ഇവിടെ പൊളിച്ചു വാരിയേനെ. അമ്മ പോയിട്ട് വരട്ടല്ലേ സാധനം വാങ്ങിട്ട്. അമ്മ പോയിട്ട് വരട്ടെ, മിഠായി മേടിച്ചിട്ട് വരട്ടെ. ടാറ്റ പറഞ്ഞോടിക്ക്. മിഠായി വാങ്ങിച്ചിട്ട് വരേ. ഇതുമ്പോ കരയുന്നാന്ന് തോന്നല്ലോ. അമ്മ വന്ന് കരച്ചിലാ? എന്തിനാ കരയുന്നേ? ഇതാ തക്കുടു ഒരു മുട്ടായി ഉണ്ടോ നിനാ? എന്തിനാ കരയുന്നേ തക്കുടു? ചേച്ചി അവന്റെ കഴുത്തിൽ മാല പോയി. കഴുത്തിൽ മാല ഇല്ലാതോ? അവന്റെ കഴുത്തിൽ മാലയില്ലേ? ഞാനില്ലേ ഇടിച്ചോർത്ത്? ഇല്ല, മാലയില്ല. ഇനി രാവിലെ തരുമേ ഇല്ല. നീ പോകുമ്പോ ഞാൻ നോക്കിയതല്ലേ, മാലയൊന്നും ഇല്ലാലോ. മാല ഉണ്ട്, ഇല്ലാത്ത മാല ഉണ്ടെന്ന് ഞാൻ പറയുവാ. ഉണ്ട്, കഴുത്തത് മാല എവിടെ പോയി? പിന്നെ അതെവിടെ പോവാനാ? മാല എവിടെ പോയി? അകത്തെങ്ങാനുണ്ടാ? എവിടെയാ? ഇവിടെ അല്ലേ ഇരുന്നത്. ഞാൻ ഇവിടെ ഇരുന്നിട്ടാ കളിപ്പിച്ചേ. പിന്നെ അതെവിടെ പോവാനാ? ഇനി ഇട്ടിട്ടുണ്ടാവില്ല. ഇനി ഓർമ്മിച്ച് നോക്കി. അത് ഇട്ടിട്ടില്ലാന്ന് പറയാൻ ഞങ്ങള് കഴിക്കണ്ടേ കഴുത്തേന്ന് മാല? പിന്നെ അതെവിടെ പോവാനാ? എവിടെ പോവാനാ? നല്ലോണം ആലോചിച്ച് നോക്ക്. അത് വല്ല ചേച്ചി ബാഗിൽ എടുത്തു വെച്ചിട്ടുണ്ടാവും. അത് ഞാനെങ്ങനെയാ ബാഗിൽ എടുത്തു വെക്കുക ചിത്തിയെ? പിന്നെ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിപ്പോ എങ്ങനെയാ കാണാണ്ടാവുക പെട്ടെന്ന്? എനക്കെന്തിനോ എന്റെ മാല? എന്തിനാ? എന്തെല്ലാം ആവശ്യം ഉണ്ടാവും? ഭർത്താക്കന്മാരുമായിട്ട് അടിയും കൂടി നിൽക്കുമ്പോ എന്തെല്ലാം ആവശ്യം ഉണ്ടാവും? നീ ശരിക്കും റൂമിൽ പോയി നോക്കി നോക്കുന്നുണ്ടോ? റൂമിലൊന്നും നോക്കണ്ട കാര്യമില്ല. ഞാൻ തരുമ്പോ ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാ. ഇവന്റെ കഴുത്തില് മാല ഉണ്ട് എന്നുള്ള. ഞാൻ എടുത്തിക്കില്ല. എനക്കെന്തിനോ എന്റെ മാല? ഞാൻ അങ്ങനെ ചെയ്യുവാ? ചെയ്യും. എന്റെ മോൻ തന്നെയല്ലേ. ഞാൻ പ്രജീഷേട്ടനെ വിളിച്ചു നോക്കട്ടെ. പ്രജീഷേട്ടനോട് പറയട്ടെ മാല കാണുന്നില്ല, ഇങ്ങ് വരാൻ പറയട്ടെ. പെങ്ങളെ വിളിച്ചു നിർത്തിയിട്ട് പെങ്ങൾ മാല മോഷ്ടിക്കാനാന്ന് ഞാൻ ചോദിക്കട്ടെ. അല്ലേ ഒന്ന് പീടിയെ പോയിട്ട് വരുമ്പോഴത്തേക്കും മാല എന്നാ ആവിയായി പോവാ. ഇത് എടുക്കണ്ട അങ്ങനെ പോവാ. ഹലോ, ഒന്ന് നിങ്ങളൊന്ന് വേഗം വീട്ടിൽ വരണം.
തക്കടുവിന്റെ മാല കാണുന്നില്ല. ആ ഞാൻ മേലെല്ലാം തപ്പി, ഒന്നും കാണുന്നില്ല. ഞാനിവിടെ ആതിരേച്ചിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഒന്ന് പീടിയ വരെ പോയി. അത് കഴിഞ്ഞ് വരുമ്പോ മാലയില്ല. ആ നിങ്ങൾ വന്ന് അന്വേഷിക്കുക എവിടെയാണ്. എനിക്ക് എന്റെ മോന്റെ മാല കിട്ടണം. വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. ഹലോ. ആ അമ്മേ, അമ്മേൻ്റെ പണി കഴിഞ്ഞാ? ഇപ്പം വരുവാ? നിങ്ങളിന്ന് വരുവാ? ചായ കുടിക്കാൻ വരുവാ? പിന്നെ തക്കടുവിൻ്റെ മാല കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജിത്തി അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഓളിപ്പോൾ അങ്ങ് പീടികയിലേക്ക് പോയിനേന് സാധനം വാങ്ങുവേ. ആ അന്നേരം തക്കടുവിന് എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാ പോയേ. ഓള് പറയുന്ന അന്നേരമെല്ലാം മാല കുഞ്ഞിൻ്റെ കഴുത്തിലുണ്ട്, ഇപ്പം കാണുന്നില്ല. ഞാൻ എടുത്തിക്കില്ല. പക്ഷെ ഓളിങ്ങനെ എന്നെയാണ് കുറ്റം പറയുന്നത്. എനിക്ക് എന്തോ പോലെ ഞാനിവിടെ മാല കക്കാൻ വേണ്ടിയാ വന്നേ, അങ്ങനെയല്ല ഓള് പറയുന്നത്. ഒന്നമ്മ വാ. ഓള് പ്രജീഷാട്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മാല കാണുന്നില്ല, വേഗം വരണം എന്നല്ല. നമ്മ വരണേ. ആ എന്തെന്നാ എന്നാ പ്രശ്നം? ജിത്തി പറയുന്നത് തക്കടുവിൻ്റെ മാല കാണുന്നില്ല. മാലന്റെ കാര്യത്തിലുണ്ടേനു. ഓള് പീടിയെ പോകുമ്പോൾ അവിടെ ഏൽപ്പിച്ചു. പക്ഷെ അന്നേരം ഉണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ കാണാത്ത പോലെ എനിക്ക് തോന്നുന്നു. ചിലരിപ്പം കഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ. ഓള് പറയുന്നത് കാണുന്നില്ല. ഓളതാ മേലെ ഉണ്ട്. എന്തെന്നാ മാല കാണില്ല? മാല കാണുന്നില്ല. ഞാനിവിടെ തക്കടുവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പീടിയെ പോയിട്ട് വരുന്ന. അപ്പൊ ഞാൻ വരുമ്പോ കഴുത്തേ മാല കാണുന്നില്ല. ഇന്നോട് ഉണ്ടാവും എവിടെയെങ്കിലും കഴിച്ചു വിളിച്ചു, അല്ലെങ്കിൽ കടന്ന കാട്ടിൽ നമ്മൾ വിളിക്കുണ്ടാവും. എനിക്ക് നല്ല ബോധമില്ലേ? എന്തെന്ന് ഞാൻ തക്കടൂര് നോക്കിക്കാ. ഞാൻ നല്ലോണം അരിച്ചു വരക്കി. എനിക്ക് അവിടെ നോക്കേണ്ട കാര്യമില്ല. എനിക്കറിയാം തക്കടൂരിന്റെ മാല കഴുത്തിലുണ്ട്. നിങ്ങളെ പെങ്ങളോട് ചോദിച്ചു നോക്ക് മാല എവിടെയാ കൊണ്ട വെച്ചേക്കുന്നേ. അവള് കേട്ടോട്ടെ. അവള് കേൾക്കാൻ വേണ്ടി തന്നെയാ പറഞ്ഞത്. അവളെടുക്കൂ. അതല്ലേ കാണാണ്ടായേ. എനിക്ക് മേലെ നോക്കേണ്ട കാര്യമില്ല. ഞാൻ ഇതിനെ മേലെ നോക്കുന്നേ. തക്കടൂരിന്റെ കഴുത്തിൽ മാല ഞാൻ കണ്ടതല്ലേ. ഇനി മര്യാദക്ക് നോക്കിണ്ടാവില്ല. അതന്നെയാ. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ പോയിട്ട് മേലെ കിടന്ന തപ്പ്. എനിക്കറിയാം അവളുടെ കയ്യിൽ തന്നെയാ ഉണ്ടാവുക. അവളുടെ ബാഗ് പരിശോധിച്ചാൽ നിങ്ങളെന്താ മേലെ നിങ്ങളുടെ പെങ്ങടയിൽ കിട്ടിയിട്ടാണല്ലോ അവളെ ഈ നിമിഷം ഇവിടെ ഇറക്കി വിട്ടേക്കണം. പിന്നെ എന്തിന്റെ പേരിലാണെ പോലും അവളെ ഈ വീട്ടിൽ കയറ്റിയേക്കരുത്.